ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇസ്രായേൽ എന്ന രാജ്യം അതിന്റെ ഏറ്റവും നാണം കെട്ട അവസ്ഥയിലേക്ക് വീണിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. യുദ്ധഭൂമിയിൽ സ്വന്തം ശത്രുക്കളെ കീഴടക്കാൻ ലൈംഗിക അതിക്രമങ്ങളെ ഒരു ആയുധമായി ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും ക്രൂരമായ രാജ്യങ്ങളുടെ ആ കരിമ്പട്ടികയിലേക്ക്, ആ ബ്ലാക്ക് ലിസ്റ്റിലേക്ക്, അതെ, യുഎന്നിന്റെ ഒഫീഷ്യൽ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ഇസ്രായേലിനെ ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞു. ഇസ്രായേലിന്റെ തടവറകളിൽ പലസ്തീൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടന്ന നരകയാതനകൾ വെറും ഒരു ആരോപണമല്ല, 100% സത്യമാണ് എന്ന് യുഎൻ അടിവരയിടുന്നു. ഈ വാർത്ത പുറത്തു വന്നതോടെ കടുത്ത അമർഷത്തിലാണ് ഇസ്രായേൽ ഭരണകൂടം. അവർ ഇതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്നോ? യുഎൻ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസിനെ പൂർണ്ണമായിട്ട് ബഹിഷ്കരിക്കാനും അദ്ദേഹവുമായിട്ട് ഒരു ബന്ധവും വേണ്ട എന്നും ഇസ്രായേൽ തീരുമാനിച്ചു കഴിഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജയിലുകളിലും ഗാസയിലും നടക്കുന്നത്? അവിടെ നിന്നും രക്ഷപ്പെട്ട ദക്ഷിണ കൊറിയൻ ആക്ടിവിസ്റ്റുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് യുഎൻ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ സമർപ്പിക്കാൻ പോകുന്ന വാർഷിക റിപ്പോർട്ടിലാണ് ഇസ്രായേലിനെ ഈ ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ ഗാസ യുദ്ധത്തിനിടയിലും ഇസ്രായേലിന്റെ ഡിറ്റൻഷൻ സെന്ററുകളിലും പലസ്തീൻ തടവുകാർക്ക് നേരെ ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളും പീഡനങ്ങളും നടന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യുഎന്നിന്റെ ഈ ഒരു നടപടി വരുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രിസൺ സർവീസിന് IPSന് നേരെയാണ് യുഎൻ വിരൽ ചൂണ്ടുന്നത്. പലസ്തീനിൽ നിന്നുള്ള സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും ഇസ്രായേലി സൈന്യവും ജയിൽ അധികൃതരും ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഐക്യരാഷ്ട്രസഭ തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ രാജ്യം ഉൾപ്പെടുന്നത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട, കേൾക്കുമ്പോൾ തന്നെ മനസ്സ് മടുപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. പലസ്തീനിലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് പോയ ചില സൗത്ത് കൊറിയൻ ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ സൈന്യം തടവിലാക്കിയിരുന്നു. ജയിൽ മോചിതരായ ശേഷം അവർ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തികച്ചും ഞെട്ടിക്കുന്നതാണ്. ഇസ്രായേലി തടവറകളിൽ പലസ്തീൻ സ്ത്രീകൾ നേരിടുന്ന നരകയാതനകൾ അവർ നേരിട്ട് കണ്ട കാര്യങ്ങൾ വിവരിച്ചു. വിവസ്ത്രരാക്കി നിർത്തുക, ക്രൂരമായിട്ട് മർദ്ദിക്കുക, നിരന്തരമായിട്ട് ലൈംഗികമായി അധിക്ഷേപിക്കുക തുടങ്ങിയ അതിക്രമങ്ങളാണ് ഇസ്രായേൽ അധികൃതർ ചെയ്യുന്നത്. ഇത് കേവലം വ്യക്തിപരമായ കുറ്റകൃത്യങ്ങളല്ല, മറിച്ച് പലസ്തീൻ ജനതയുടെ ആത്മവീര്യം തകർക്കാൻ ഇസ്രായേൽ ബോധപൂർവം ഉപയോഗിക്കുന്ന ഒരു പോരാട്ട ആയുധമാണ് എന്നാണ് ഈ ആക്ടിവിസ്റ്റുകൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഈ ബ്ലാക്ക് ലിസ്റ്റ് വാർത്ത പുറത്തു വന്നതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും കടുത്ത രോഷത്തിലാണ്. ഇതിന്റെ പ്രതികരണം എന്നോണം യുഎൻ ചീഫ് ആന്റോണിയോ ഗുട്ടറസിനെ ഇസ്രായേൽ പൂർണ്ണമായും ഫ്രീസ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് അദ്ദേഹവുമായിട്ട് യാതൊരുവിധ നയതന്ത്ര ചർച്ചകൾക്കും ഇനി തങ്ങളില്ല എന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുഎന്നിലെ ഇസ്രായേലിന്റെ അംബാസിഡറായ ഡാനി ഡാനോൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് ഇതിനെതിരെ ആഞ്ഞടിച്ചത്. ആന്റോണിയോ ഗുട്ടറസ് എന്ന ഈ ജനറൽ സെക്രട്ടറിയുമായി ഞങ്ങളുടെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു. വി ആർ ഡൺ വിത്ത് ദിസ് സെക്രട്ടറി ജനറൽ എന്നാണ് ഡാനി ഡാനോൺ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുഎന്നിന്റെ ഈ തീരുമാനം തികച്ചും രാഷ്ട്രീയ പ്രേരിതവും വസ്തുതകളുമായോ യഥാർത്ഥ സാഹചര്യങ്ങളുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്തത് ആണ് എന്നാണ് ഇസ്രായേലിന്റെ വാദം. തങ്ങളെപ്പോലൊരു രാജ്യത്തെ ലൈംഗിക അതിക്രമങ്ങളുടെ പേരിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തത് തികച്ചും അപകീർത്തിപരവും അതിരുകടന്നതുമായിട്ടുള്ള നീക്കവുമാണ് എന്നും അദ്ദേഹം ആവർത്തിച്ചു. ഇസ്രായേലി വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഈ റിപ്പോർട്ട് തികച്ചും പക്ഷപാതപരമാണ് എന്നാണ്. ഹമാസ് ചെയ്ത ക്രൂരതകൾ യുഎൻ കാണുന്നില്ല എന്നും ഇസ്രായേലിനെ മനഃപൂർവ്വം ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നുമാണ് അവരുടെ വാദം. എന്നാൽ യുഎൻ തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കൃത്യമായ അന്വേഷണങ്ങൾക്കും അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ടുകൾക്കും ശേഷമാണ് ഇസ്രായേലി അധികാരികളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതെന്ന് യുഎൻ വക്താക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു നീക്കം ഇസ്രായേലിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. കാരണം ഇതുവരെ ഹമാസിനെതിരെയും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയും യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്ന ഇസ്രായേലിന്റെ മുഖംമൂടിയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ തന്നെ വലിച്ചു കീറിയിരിക്കുന്നത്. ഗാസയിൽ നടക്കുന്നത് കേവലം ഒരു യുദ്ധമല്ല, മറിച്ച് വംശഹത്യയാണ് എന്ന വാദങ്ങൾക്ക് ഈ ഒരു റിപ്പോർട്ട് കൂടുതൽ ശക്തി പകരുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റ് അന്താരാഷ്ട്ര സഖ്യകക്ഷികളിൽ നിന്നും ഇസ്രായേലിന് മേൽ ഇനി വലിയ രീതിയിലുള്ള സമ്മർദ്ദം വരാൻ സാധ്യതയുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ICC നടത്തുന്ന അന്വേഷണങ്ങളിലും ഈ യുഎൻ റിപ്പോർട്ട് വലിയൊരു തെളിവായി മാറും. യുദ്ധങ്ങൾക്ക് പോലും ചില നിയമങ്ങളുണ്ട്. എന്നാൽ ആ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് യുഎന്നിന്റെ ഈ ഒരു ബ്ലാക്ക് ലിസ്റ്റ് തെളിയിക്കുന്നത്. സ്വന്തം മണ്ണിൽ നിന്നും ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു ജനതയോട്, അതും തടവറകളിൽ കിടക്കുന്ന സ്ത്രീകളോടും കുട്ടികളോടും കാണിക്കുന്ന ഈ ക്രൂരതയ്ക്ക് കാലം മറുപടി നൽകുമോ എന്ന് നമ്മൾ കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.